ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈസി ആയിട്ടൊരു ചക്ക വേവിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാനാണ്. സാധാരണ എല്ലാവർക്കും ചക്ക വേവിക്കുന്നതൊക്കെ അറിയാം. ഇതൊരു വടക്കൻ സ്റ്റൈൽ ചക്ക വേവിച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചക്കയാണ്. ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലൊരു അരപ്പ് വേണം. അരപ്പിന് വേണ്ടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി വളരെ കുറച്ച് മതി. കാന്താരി മുളക് നിറയെ എടുത്തിട്ടുണ്ട്. ഇത് നാട്ടിൻപുറമാണ്, അതുകൊണ്ടാണെങ്കിൽ ഇവിടെ കാന്താരി മുളകൊക്കെ നിറയെ കിട്ടും കേട്ടോ. നമ്മുടെ അവിടോട്ടൊന്നും, അതായത് ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, അവിടോട്ടൊന്നും കാന്താരി മുളകൊന്നും അധികം കിട്ടാറേ ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ നിറയെ കാന്താരി മുളകൊക്കെ ഉണ്ട്. കറിവേപ്പില ഇത്രയും അവിയലിന് അരയ്ക്കുന്ന പോലെ അരച്ച് നമ്മുടെ ചക്കയിലിട്ട് വേവിക്കാൻ വെച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേനും ചക്ക നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് വരിക്ക ചക്കയാണ്, പെട്ടെന്ന് വെന്ത് നല്ല ചക്കയാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുത്തില്ല. ഇത്രയേ ഉള്ളൂ ചക്ക വേവിക്കാൻ വേണ്ടി. 20 മിനിറ്റോളടുത്ത് വേവിക്കേണ്ടി വന്നു. മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഈ നല്ല മഞ്ഞ കളറായിട്ട് തന്നെ കിട്ടും നമുക്ക് ചക്ക വേവിച്ചത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ലൂസായി പോകും. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂണോ 1 സ്പൂണോ എല്ലാം ഒഴിച്ചാൽ മതി. ആ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചക്ക വേവിച്ചതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചക്ക വേവിച്ചത് മീൻകറിയുടെ കൂടെയൊക്കെ അല്ലേ കഴിക്കുന്നത്. കടുമാങ്ങ അച്ചാർ വെച്ച് ചക്ക വേവിച്ചത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. താങ്ക് യു.